ഒരു കാലത്ത് ഓസ്ട്രേലിയയുടെ സ്റ്റീവോയുടെ നേതൃത്വത്തിൽ ഓസ്ട്രേലിയ ലോകം മുഴുവൻ കീഴടക്കി ഓസ്ട്രേലിയ ഉണ്ടായിരുന്നു. ആ ഓസ്ട്രേലിയക്ക് പോലും ഇന്ത്യയിൽ വന്നിട്ട് തോൽപ്പിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. കാരണം സ്വന്തം നാട്ടിൽ പ്രത്യേകിച്ച് കഴിഞ്ഞൊരു 10-15 വർഷമായിട്ട് ഇന്ത്യയുടെ സ്പിൻ ഡൊമിനേഷൻ തന്നെയാണ് നമുക്ക് ഇന്ത്യയിൽ നടക്കുന്ന ടെസ്റ്റ് സീരീസുകൾ കാണാൻ സാധിക്കുന്നത്. അശ്വിൻ ആയാലും ജഡേജ ആയാലും പിന്നീട് വന്ന അക്സർ പട്ടേൽ ആയാലും കുൽദീപ് യാദവ് ആയാലും ഇപ്പം നിലവിൽ വാഷിംഗ്ടൺ സുന്ദർ അടക്കം ഇന്ത്യൻ പിച്ചുകളിൽ കാണിക്കുന്ന ഒരു മേധാവിത്വമുണ്ട്. ഇന്ത്യൻ സ്പിൻ ഡിപ്പാർട്ട്മെന്റിന്റെ ആ ഒരു മേധാവിത്വം അത് ഇന്ത്യൻ ടെസ്റ്റ് ടീമിന് ഇന്ത്യയിൽ നടക്കുന്ന പരമ്പരകളിൽ ഒരു അപ്രമേയാഗത കുതിപ്പ് തന്നെ നൽകിയിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ അതിനൊരു അവസാനം വന്നത് ഈ കഴിഞ്ഞ ന്യൂസിലാൻഡ് സീരീസ് ആയിരുന്നു. ഇന്ത്യയിൽ വെച്ചിട്ട് നടന്ന ഒരു ടെസ്റ്റ് മത്സരത്തിൽ ഇന്ത്യ ആദ്യമായിട്ട് വൈറ്റ് വാഷ് ചെയ്യപ്പെടുകയാണ്. 3-0 ഒരു എവേ ടീം മത്സരം സ്വന്തമാക്കുമ്പോൾ അത് ഇന്ത്യൻ സ്പിന്നിന്റെ മാത്രമല്ല ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ തന്നെ ഒരു പരാജയമാണ്. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ഏറ്റവും ദയനീയമായിട്ടുള്ള ഒരു ഫേസ് കണ്ടത് ആ ഒരു ന്യൂസിലാൻഡ് സീരീസിലാണ്. കാരണം ഇന്ത്യയിൽ വന്ന് ഒരു എവേ ടീം ഒരു മത്സരം മുഴുവൻ, അതായത് ഒരു സീരീസ് മുഴുവൻ തൂത്തുവരിക എന്ന് പറയുന്നത് അത് വളരെ നാണക്കേടായിട്ടുള്ള ഒരു കാര്യമാണ്. ന്യൂസിലാൻഡ് ഇതുവരെ സാധിച്ചിട്ടില്ല. ന്യൂസിലാൻഡ് ഒരു പരമ്പര വിജയം പോലും ഇന്ത്യയിൽ ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ ഒരു 3-0 വിജയം അവർ സ്വന്തമാക്കുമ്പോൾ ഇന്ത്യയുടെ WTC പ്രതീക്ഷകൾ അവിടെ തന്നെ തീർന്നു.